ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത് അനിയത്തിമാരോടും അച്ഛനോടും ഒക്കെ ക്ഷമ ചോദിച്ചു. അപ്പോൾ ഏട്ടൻ്റെ ക്ഷമാപണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ബബിത വന്നിട്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോയി. അപ്പോഴത്തേക്കും കൃഷ്ണയോട് രോഹിതനെ കൊണ്ടുപോയി ഭക്ഷണം വിളമ്പി കൊടുക്കാൻ അലീന പറയുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവുക. അപ്പോൾ കണ്ണും മുഖമൊക്കെ തുടച്ചിട്ട് പോകണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രോഹിയോട് അലീന പറയാം. അലീന പറയുന്ന പോലെ എന്നെ കേട്ടിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ ഇങ്ങനെ അന്ധമിട്ടിങ്ങനെ നിൽക്കുക അവിടെ. അച്ഛനും ആ താഴോട്ട് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് അലീന ചോദിക്കുമ്പോൾ ആ അച്ഛനും അതുപോലെ തന്നെ എന്നാ പറയുന്നത്, അലീനയുടെ മുന്നിൽ ആരും അല്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കുക. എന്നിട്ട് അലീനയുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് നീ എവിടുന്നോ ഓരോരുത്തരെ വാരി എടുത്തുകൊണ്ട് വരുന്നതെന്നൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ഞാൻ എന്താ മോളെ നിന്നോട് പറയേണ്ടത് എന്ന് ചോദിക്കും കേട്ടോ. അത് കേട്ടപ്പം അച്ഛനൊന്നും പറയണ്ടെന്ന് അലീന അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ അച്ഛനാ, എൻ്റെ അനുജനാ, എൻ്റെ അനിയത്തിമാരാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ അലീനയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഭയങ്കരമായിട്ട് വികാരമായിട്ട് നിൽക്കുക. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജമോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ അവിടെ വെച്ചു, കൈയൊക്കെ കഴുകി കൈയൊക്കെ തുടച്ചു അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും മകൻ റൂമിലേക്ക് കയറി ചെന്നു. മകനെ കണ്ടപ്പോൾ നീയായിരുന്നോ? ഇത്രയും വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞ് വരുന്ന മകൻ്റെ മുന്നിൽ പുച്ഛത്തോടെ നീയായിരുന്നോ? നിൻ്റെ പനിയൊക്കെ മാറിയോടാന്ന് ചോദിച്ചു. മാറിയെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ പതുക്കെ തൊട്ട് നോക്കുന്നു. നിൻ്റെ കോലമൊക്കെ അങ്ങ് ആകെ മാറിപ്പോയല്ലോ, നിൻ്റെ മുടിയൊക്കെ ആരാ വെട്ടിയേ? സലൂണിലും എല്ലാം പോയോ നീ എന്ന് ചോദിക്കുമ്പം ഇല്ല, അത് അലീന ചേച്ചി വെട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അമ്മ ഒരു നോട്ടം. അലീന ചേച്ചിയോ? ആരുടെ ചേച്ചി? എന്ത് ചേച്ചി എന്നും ചോദിച്ച് വൈജ ഇങ്ങനെ നിൽക്കുമ്പം എന്നെക്കാളും പ്രായക്കൂടുതലില്ലേ, എന്നാൽ പിന്നെ നീ അമ്മച്ചിയെന്ന് വിളിയടാ, കൂടുതൽ ഇരിക്കട്ടെടാ ബഹുമാനം, അങ്ങനെ അങ്ങ് വിളിക്കടാ എന്ന് പറഞ്ഞു. മുടി കാണിച്ച് വെച്ചേക്കുന്നു. എങ്ങനെ ഇരുന്ന ചെറുക്കനാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാം. അവൾ എവിടെ നിന്നാണ് ക്ഷവരം പഠിച്ചത്? രാമേശ്വരത്തു നിന്നാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യപ്പെടല്. ഇവിടെ എല്ലാവരും പറഞ്ഞു ഇപ്പോഴാണ് എൻ്റെ മുഖം കാണാൻ ഭംഗിയെന്ന്. ഇവിടെ എല്ലാവരും അവളുടെ അടിമകളല്ലേ, പറഞ്ഞില്ലേലും അത്ഭുതമുള്ളൂ. അവളെ പൊക്കി പറയാൻ എല്ലാവർക്കും എന്തൊരു ഉത്സാഹം എന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു. അവളെ പുകഴ്ത്താൻ വേണ്ടിയിട്ടേ ഒരു മത്സരം വയ്ക്കോ, ഒന്നാം സമ്മാനം ആർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം അമ്മയുടെ കലിപ്പ് തീരുന്നില്ലല്ലോ, ഇത്രയൊക്കെ ആയിട്ടും അവളോടുള്ള കലിപ്പല്ലേ, അത് തീരില്ല. അതോ അവൾ ചത്തും മണ്ണിനടി പോണം, അത് തീരണമെങ്കിൽ എന്ന് അലീനയെ പറ്റി പറയുമ്പം അമ്മ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു മകൻ. അമ്മ തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കല്ല അമ്മ രക്ഷപ്പെട്ടത്. ഇപ്പോഴും നേരെ നിവർന്നു നടക്കാൻ അമ്മയെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്തുകൊണ്ടാടാ? വന്ന് കയറിയവളുടെ സ്വഭാവ ഗുണം കൊണ്ടാണെന്ന് വൈജ പറയുക. ഈ കുടുംബത്തിന് എന്തൊക്കെ നാശമുണ്ടായി. ബാലചന്ദ്രൻ്റെ ഹാർട്ട് അറ്റാക്ക്, കാല് ശരിയായി നടക്കാൻ തുടങ്ങി അമ്മ, പിന്നെയും വീണ് കാല് പോയി. എനിക്ക് ആക്സിഡൻറ്റ്, നീ പീഡന കേസിൽ പ്രതിയായി. ഇതൊക്കെ പറഞ്ഞ് അലീനയുടെ തലയിൽ വെച്ചു കൊടുക്കുക. അവൾ ഈ വീട്ടിൽ കാല് കുത്തിയതിൽ പിന്നെ എന്തെങ്കിലും ഒരു നന്മ ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് വൈജ. ഒരെണ്ണം പറയാവോ നിനക്ക്? ഒരെണ്ണം? രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാനിതൊക്കെ തുറന്നു പറയുന്നത് ആ കുറ്റം. ചില പെണ്ണുങ്ങൾ വന്നു കയറിയാൽ ചില കുടുംബങ്ങൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൈജ പ്രാകുമ്പം അമ്മയോട് എനിക്ക് തർക്കിക്കാൻ വയ്യെന്ന് പറഞ്ഞു മകൻ. ഞാൻ അതിനൊന്നും അല്ല ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, പിന്നെ എന്നാത്തിനാണ് നീ വന്നതെന്ന് ചോദിക്കുക അമ്മ. അത് കേട്ടപ്പം മകൻ ഞാൻ കാരണം എൻ്റെ അമ്മ ഒരുപാട് വിഷമിച്ചു എന്ന് എനിക്കറിയാം. നാണക്കേട് കാരണം ഹോസ്പിറ്റലിൽ പോലും കിടക്കാൻ മേലായിരുന്നെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് മകൻ അമ്മയോട് ചോദിക്കുന്നു. എനിക്കതൊക്കെ മനസ്സിലായെന്നും മകൻ ഇങ്ങനെ പറയുന്നു. അതൊക്കെ കഴിഞ്ഞു പോയല്ലേ, ഇനി എന്നാത്തിന് അതൊക്കെ നീ ചുമ്മാ പറയാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം എല്ലാവർക്കും വലിയ സങ്കടമുണ്ടായി. മാനക്കേട് കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥകളും കാര്യങ്ങളും ഉണ്ടായില്ലേ, അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അമ്മ മോനോട്. അതെ, സംഭവിച്ചു പോയി, ഇനി സോറി പറയാനല്ലേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് മകൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുക മോനെ. ആ അമ്മയുടെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് അമ്മേനോട് ക്ഷമിക്കണമെന്ന് പറയുക. എൻ്റെ അറിവില്ലായ്മകൾ കൊണ്ട് സംഭവിച്ചു പോയതിനല്ല, എല്ലാവരും ക്ഷമിച്ചാലേ എനിക്ക് മനസ്സമാധാനം കിട്ടത്തുള്ളൂ എന്നിങ്ങനെ മകൻ പറയുമ്പോൾ അച്ഛനോട് നീ ക്ഷമ ചോദിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ? അലീന പറഞ്ഞിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിത് ചേച്ചി പറഞ്ഞു വേദനിപ്പിച്ചവരോടെല്ലാം മാപ്പ് പറയണമെന്ന്. അവൾക്ക് ഇത് എന്നാത്തിൻ്റെ കൂടാടാന്നും ചോദിച്ചുകൊണ്ട് രണ്ടൊച്ച വയ്ക്കല. അവളല്ലാടാ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്, എന്നിട്ട് ക്ഷമ ചോദിപ്പിച്ചേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിനും അലീനയുടെ മെക്കിട്ട് കയറുന്നു. നീ എന്നോട് മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല, ക്ഷമ ചോദിക്കേണ്ടതേ അവളാ.
മുട്ടുകുത്തി നിന്ന് കാല് പിടിച്ച് ക്ഷമ ചോദിക്കണമെന്ന് വൈജ പറയുന്നു. അവൾ ഈ വീട്ടിൽ ഉണ്ടാക്കി വെച്ച മാനക്കേട് വെച്ച് നോക്കുമ്പോൾ നീ ഒന്നും ചെയ്തിട്ടില്ലടാന്ന് പറഞ്ഞു. അമ്മേ, എനിക്കറിയാം എനിക്ക് തെറ്റുപറ്റിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആണുങ്ങളാകുമ്പോൾ കുറച്ച് വഷളത്തരങ്ങളൊക്കെ കാണിച്ചെന്ന് വരും. ഇതും അത്രയേ ഉള്ളൂ എന്ന് അമ്മ ക്ഷമ ചോദിക്കാൻ വിട്ടേക്കുന്നു. നീ പോയിക്കോ, അവളോട് ചെന്ന് പറഞ്ഞേക്ക്. വൈജയന്തി അവളോട് ക്ഷമിക്കാത്തിടത്തോളം അവൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന്. നീ ധൈര്യമായിട്ട് പോയിക്കോ എന്നും പറഞ്ഞ അമ്മ മോനെ പറഞ്ഞു വിടുക. പല അഭ്യാസങ്ങളും കാണിച്ച് അവൾ നിങ്ങളെ കയ്യിലെടുക്കാൻ നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൃഷ്ണമ്മോളിപ്പം അവളുടെ കളിപ്പാവയാ. ബബിതയ്ക്കും കൈവേഷം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നതെന്ന് വൈജ. ഇനി നീയും കൂടെ ഉള്ളൂ ബാക്കി, സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മകനെ പറഞ്ഞു വിടുന്നു അമ്മ. മകൻ ഇറങ്ങിയ സ്പോട്ടിൽ വാതിലൊരു ഒറ്റ അടയായിരുന്നു വൈജ. അത് കഴിഞ്ഞ് പിന്നെ അലീന അടുക്കളയിൽ ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര തലവേദന. അലീന എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നു. ടാബ്ലറ്റ് എടുക്കാൻ പോയ സമയത്തിന് അവിടെ നിന്ന് പാല് തിളച്ച് പോകുന്നു. അപ്പോൾ കൃഷ്ണ അടുക്കളയിലേക്ക് വന്നതെല്ലാം കാണും കേട്ടോ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നത് ഓഫ് ചെയ്യുക. അലീന ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുന്നതൊക്കെ കൃഷ്ണ കണ്ടു. കൃഷ്ണ ഇങ്ങനെ വന്ന് നോക്കിയപ്പം എന്തു പറ്റി ചേച്ചി, മൊത്തത്തിലൊരു ക്ഷീണം പോലെ ഉണ്ടല്ലോ, എന്താ കാര്യം? അപ്പോൾ ഭയങ്കര തലവേദനയും ബോഡി പെയിനും പനി വരാൻ പോവാന്ന് തോന്നുന്നു മോളേന്ന് പറഞ്ഞപ്പം അയ്യോ എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ അച്ഛനോട് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാ വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു ചെറിയ പനിക്ക് അതെ മോളുടെ കയ്യിൽ ബാമു വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. തലവേദന മാത്രം സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ എടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങ് പോയി. അപ്പോൾ ആർക്കും ഇവിടെ പനിക്കോളോ എന്ന് ചോദിച്ചു. ബബിത അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അലീന ചേച്ചിക്ക് ഞാൻ പോയി ബാം എടുത്തിട്ട് വരാം, നല്ല തലവേദന ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് കൃഷ്ണ ബബിതയോട് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത അലീനയുടെ അടുത്തേക്ക് വന്നേ. അപ്പോൾ അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ സൈഡിൽ ഒതുങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുഖമില്ലെങ്കിൽ പോയി വല്ലോട് തടങ്ങി കിടന്നൂടെ, ഇത് ആരെ കാണിക്കാനാ? തുമ്മലും ചീറ്റിലും തലവേദനയും വയ്യാണ്ട് നിന്ന് ജോലി ചെയ്യണേന്നൊക്കെ ബബിത ഇങ്ങനെ ചോദിക്കുമ്പം ചേടാ ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നത് കുറ്റമാണോ എന്ന് കൃഷ്ണ ബബിതയോട് ചോദിച്ചു. ആ രോഹിയേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും, ആരുടെ കയ്യിൽ നിന്നാണെങ്കിൽ എന്താ, ദേ വയ്യെങ്കിലും മര്യാദയ്ക്ക് പോയി റെസ്റ്റ് എടുത്തോളണമെന്ന് ബബിത ഇങ്ങനെ പറയുക കേട്ടോ. നീ ബാം എടുത്തോണ്ട് വരാൻ പോയതല്ലേ, ഇപ്പോൾ എടുത്തോണ്ട് ഒന്ന് തേച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൃഷ്ണ ദേ ബാം എടുക്കാൻ പോയി. അപ്പോൾ ദേ നമ്മുടെ ബബിത ഇങ്ങനെ നിൽക്കുക അലീനയുടെ അടുത്ത്. ദേ അല്ലെങ്കിൽ വേണ്ട, എൻ്റെ റൂമിൽ ഇരിപ്പുണ്ട് ബാം, നീ അതെടുത്തോ, അതാ നല്ലത് എന്നും പറഞ്ഞ് ബബിത കൃഷ്ണയെ പറഞ്ഞു വിട്ടു. അലീന ഇതൊക്കെ കേട്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. പറഞ്ഞതൊന്നും മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അതോ ഇനി വേറെ വല്ല ഭാഷയിൽ പറഞ്ഞാലേ പോയി കിടക്കത്തുള്ളൂ എന്ന് ചോദിക്കുമ്പം ഇത് തീർത്താ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ റെഡിയായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നോളാമെന്ന് അലീന. അപ്പോൾ ഇവിടെ വേറെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അത് അറിഞ്ഞുകൂടെ എന്ന് ബബിത ചോദിക്കുക. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ നോക്കുക കേട്ടോ അലീന. ഇനി ഇതിവിടെയുള്ള എല്ലാവർക്കും പകർത്തി അടങ്ങുള്ളൂ എന്നും ബബിത ചോദിക്കുക കേട്ടോ അലീനയോട്. ദേ മര്യാദയ്ക്ക് പോയി കിടക്കാൻ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അലീനയോട് നിർബന്ധിച്ച് പറയുമ്പോൾ അലീന ഇങ്ങനെ എന്ത് രീതിയിൽ ഇത് പറയണേന്ന് മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പതുക്കെ അങ്ങ് പോയി. അങ്ങനെ പോകുന്ന അലീന തിരിഞ്ഞു നോക്കി അങ്ങ് പോയി തൻ്റെ മുറിയിൽ ചെന്നു കിടന്നു. ആ സമയത്ത് ബാലൻ അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് ആരോടൊക്കെയോ സംസാരിക്കുക, ബിസിനസ്സിനെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ബബിത അങ്ങോട്ടേക്ക് ചെന്നു. എന്താണ് ഇത്ര ആലോചന എന്നും ചോദിച്ചു. ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ നിൽക്കാം. അല്ല നീ എന്തോന്ന് എന്നോട് ചോദിച്ചേ? അപ്പം എന്ത്? അല്ല നീ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടം വരെ വന്ന് എന്നോട് എന്താ ഇങ്ങനൊരു ചോദ്യം? എന്തു പറ്റി? അപ്പം ചേടാ ഇത് കൊള്ളാമല്ലോ, ഇതിപ്പോൾ വന്നതായോ കുറ്റമെന്ന് മകൾ അച്ഛനോട് ചോദിക്കുമ്പം അല്ല എന്താ കാര്യം നീ പറയാൻ പറഞ്ഞു. അച്ഛൻ പോയി രോഹിയേട്ടനെ നോക്കാൻ വന്ന ഡോക്ടറെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ബബിത. അപ്പം എന്നാ പറ്റി? അവന് പിന്നെയും പനിയായോ നീ ചോദിക്കുമ്പം മോനല്ല പനി, പിന്നെ ആർക്കാ? അച്ഛൻ്റെ പുന്നാര മോൾക്കാണെന്ന് പറഞ്ഞു. ആർക്കാ? കൃഷ്ണമോൾക്കോ? ഓ കൃഷ്ണമോളും ഞാനും ഒക്കെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതല്ലേ. അച്ഛ എന്ന് വിളിക്കുമ്പോൾ നാവിൽ നിന്ന് തേൻ തുള്ളി വീഴുന്ന ഒരാളില്ലേ ഇവിടെ. ആര്? അലീനയോ? അവളെൻ്റെ പുന്നാര മോളാണെന്ന് ആര് പറഞ്ഞു എന്ന് ബാലൻ ചോദിക്കാം. എന്നാൽ പിന്നെ അമ്മയുടെ ആയിരിക്കും അല്ലേ? ആരുടെ ആണേലും അവളവിടെ പനി പിടിച്ച് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ വിളിച്ചുകൊണ്ട് വന്ന അസുഖം കൂടാതെ നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പം അത് കള്ളത്തരം വല്ല ആയിരിക്കും, പണി ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ബാലൻ പറഞ്ഞപ്പം അച്ഛൻ എന്നെ കളിയാക്കുക അല്ലേ എന്ന് ബബിത ചോദിച്ചു. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞതാ. എനിക്ക് തോന്നുന്നതേ രോഹിയേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പനിയാണെന്നാണെന്ന് പറയുമ്പോൾ ചേടാ നീ അത് വിട്ടേക്ക്, കള്ളപ്പനിയായിരിക്കും എന്ന് ബാലൻ. അച്ഛനെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ ഇല്ലയോ, അതോ ഞാൻ വല്ലതും പോകണമെന്ന് ചോദിച്ചു. അന്നേരം അയ്യോ എൻ്റെ പൊന്നോ വേണ്ടേ, ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വന്നോളാമേ. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ബബിത അകത്തേക്ക് പോയി. ബാലൻ അന്നേരം തന്നെ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കുകയും ചെയ്തു. ഡോക്ടറെ വിളിക്കാൻ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബബിത തിരിച്ചു വന്നിട്ട് അച്ഛാ അതെ
ഒരുപാട് അങ്ങ് ഓവറാവരുതേ, ഈ വയറ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്നും പറഞ്ഞ് ബബിത അകത്തേക്ക് കയറിപ്പോയി. എടി എന്നും പറഞ്ഞോണ്ട് ബാലൻ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബബിത അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ മൊത്തത്തിലെല്ലാം ഒന്ന് ചുറ്റി നോക്കി. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്തു, ചൂടാക്കാൻ വെക്കുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണ കയറി വന്നു. അവിടെ ചുക്ക് കാപ്പിപ്പൊടി ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറം ശർക്കര ഇരിപ്പുണ്ട്, വെള്ളം തിളയ്ക്കുമ്പോൾ പൊടിയും ഇത്തിരി ശർക്കരയും കൂടി ഇട്ടാൽ ചുക്ക് കാപ്പി റെഡിയാണെന്ന് പറഞ്ഞു കൃഷ്ണ. നിന്നോട് ഞാൻ എന്നെ സഹായം ചോദിച്ചോ? എനിക്കെന്നാ ചുക്ക് കാപ്പി ഉണ്ടാക്കാനൊന്നും അറിയാൻ മേലേ? ആഹാ, ഇത് കൊള്ളാം. അടുക്കളയിൽ ആദ്യമായിട്ട് കയറുന്ന ആളായതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ അതാകെ പ്രശ്നമായോ എന്ന് ചോദിച്ചു. എനിക്കുണ്ടാക്കാനൊക്കെ അറിയാം, നീ എബാം എടുക്കാൻ പോയോളല്ലേ എന്ന് ചോദിക്കുമ്പം ആദ്യം നീ അത് ചെയ്യാനും പറഞ്ഞു. ഞാൻ അതിന് തന്നെയാണ് പോണത് കേട്ടോ, ബായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ അവിടെ നിന്ന് പോയി. ആ സമയത്ത് നമ്മുടെ ബബിത അവിടെ നിന്ന് ചുക്ക് കാപ്പി ഉണ്ടാക്കാം. അപ്പം ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അതേ ഫോണിൽ കുത്തിക്കൊണ്ട് നിന്നാലേ ഇത് തിളയ്ക്കുന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി. എടി നിന്നോടല്ലേ നിൻ്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എപ്പോഴേ പോയി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് അങ്ങ് പോയി. ബബിത എന്നിട്ട് അവിടെ നിന്ന് ചുക്ക് കാപ്പി ഉണ്ടാക്കുക. അപ്പോഴത്തേക്ക് അലീന തലവേദന എടുത്ത് ഇങ്ങനെ തല പോകുള്ളൂ ഇഞ്ഞ പോലെ അവിടെ കിടക്കുക. അപ്പോൾ നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അലീന നിലത്താണ് കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ കൃഷ്ണ കൊള്ളാം, പനിയുള്ള ആൾ നിലത്താണോ കിടക്കണേന്ന് ചോദിച്ചു. ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അലീന അന്നേരം ഞാൻ അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ആ ബെഡിലോട്ട് കിടക്കാൻ നിർബന്ധിച്ച് പറയുമ്പോൾ ഇല്ല മോളെ, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാമെന്നും ഇതാ സുഖമെന്നും അലീന പറയുക. മര്യാദയ്ക്ക് എഴുന്നേറ്റ് കിടന്നോ കേട്ടോ, അതോ ഇനി അച്ഛനെ കൊണ്ടോ ബബിതേച്ചിയെ കൊണ്ടോ പറയിക്കണോ? അതാണോ വേണ്ടത്? അപ്പം അതെന്തിനാ അവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നതെന്ന് അലീന ചോദിച്ചു. നീ പറയുന്നത് നീ കേൾക്കാറില്ലേ എന്ന് ചോദിച്ചു. സ്നേഹമൊക്കെ ഷെയറായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാനീ വയ്യാതെ കിടക്കുമ്പോൾ തന്നെ അവളുടെ ഒരു കുശുമ്പ് എന്നും പറഞ്ഞുകൊണ്ട് അലീന പറഞ്ഞു. അപ്പം എഴുന്നേക്ക്, ആ ബെഡിൽ കിടക്കുക ചേച്ചി, ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് ടൈമാണെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ ബെഡല്ലേ അത് എന്ന് അലീന പറയുമ്പം മുത്തശ്ശിനി എപ്പോൾ വന്ന് അവിടെ കിടക്കാനാണെന്ന് ചോദിച്ചു കേട്ടോ. അച്ഛൻ അല്ലെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ വേറെ കട്ടിലെവിടെ ഇടാന്ന്, അപ്പം ചേച്ചിക്കായിരുന്നില്ലേ മടിയെന്നൊക്കെ ചോദിച്ചു. അപ്പം അത് കേട്ടപ്പം അതെപ്പോഴും വേണ്ടെന്നേ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് അലീന പറയും. അപ്പോഴത്തേക്കും ചുക്ക് കാപ്പിയായിട്ട് ദേ നമ്മുടെ ബബിത വരുന്നു. അപ്പോൾ അലീന നിലത്ത് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ചുക്ക് കാപ്പിയായിട്ട് വരുന്ന ബബിതയെ കണ്ടപ്പം പതുക്കെ എഴുതിയിട്ട് എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഞാനേ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്താൻ വേണ്ടി വന്നതാ. അപ്പോൾ അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കട്ടിലെ കയറി കിടക്കുന്നില്ല നീ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ. അത് ശരിയാണല്ലോ, ദേ മര്യാദയ്ക്ക് ബെഡിൽ കയറി കിടന്നേ, ഇനി ഞങ്ങൾ നിലത്ത് കിടത്തി പനി കൂട്ടിയെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്ന് കൃഷ്ണ ചോദിക്കുക. അത് ബബിത ചോദിക്കുക. അപ്പോഴത്തേക്കും കൃഷ്ണ പതുക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചു. അപ്പോൾ ദേ ഇങ്ങനെ കട്ടിലേക്ക് കയറ്റി ഇരുത്താൻ നോക്കിയപ്പോഴത്തേക്കും ബബിത കാണുമ്പോൾ ഭയങ്കര സ്നേഹമുള്ള അച്ഛനും മോളും ആണല്ലോ, ഇത്രയും യുദ്ധം നടത്തിയിട്ടും ഒരു കട്ടിലും ബെഡും ഈ അച്ഛന് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കും അലീന ഇങ്ങനെ ഒന്ന് ചിരിച്ചു. അങ്ങനെ നമ്മുടെ ബബിത മോള് കുറച്ച് സീരിയസ് ആയിട്ട് സ്നേഹമായിട്ട് ഒക്കെ ഇങ്ങനെ അലീനയോട് പെരുമാറും. അതൊക്കെ കണ്ടപ്പോൾ അലീന ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പോൾ അലീനയെ അതുപോലെ പൊന്നുപോലെ അവർ നോക്കുന്നത്. കാപ്പിത ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോളണമെന്ന് ബബിത ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ഒന്ന് നിന്നേ, അതെ ഈ ബാമും കൂടി ഒന്ന് തേച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പോയി വേഗം റെഡി ആവട്ടെ, അല്ലെങ്കിൽ ടൈം പോകും ഡാൻസ് ക്ലാസ്സിനെന്ന് കൃഷ്ണ പറഞ്ഞു. അതും ബബിതയെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. അങ്ങനെ ബബിതയുടെ കയ്യിൽ അത് കൊടുത്തു. ആ സമയത്ത് കൃഷ്ണ അങ്ങ് ഓടി പോവുകയും ചെയ്തു. ബബിത എന്നിട്ട് ഇങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ട്, കുറച്ചിങ്ങനെ എടുത്തു നെറ്റിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അലീന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക ബബിതയെ. ഒരു ചെറു പുഞ്ചിരിയുണ്ട് ബബിതയുടെ മുഖത്ത്. അങ്ങനെ എല്ലാം തൂത്ത് കൊടുത്തിട്ട് കിടന്നു എന്ന് പറഞ്ഞ് അടുത്ത് കിടത്തി പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുത്ത് കുറച്ച് നേരം അടുത്തിരുന്നു. അലീനയുടെ അടുത്തിരുന്നു ബബിത. അങ്ങനെ ബബിത ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അലീനയും തിരിച്ചതുപോലെ തന്നെ നോക്കുന്നു. ദേ എന്തു പറ്റി, കണ്ണ് നീർന്നുണ്ടോയെന്ന് ചോദിച്ചു. കണ്ണ് നിറഞ്ഞു അലീനയുടെ. അപ്പോഴത്തേക്കും ഇല്ലയെന്ന് പറഞ്ഞു അലീന. കണ്ണടച്ച് കിടന്നു, അല്ലെങ്കിലേ ചിലപ്പോൾ ബാമിൻ്റെ ഒരു നീറ്റിൽ കണ്ണിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ബബിത പറയുക. അപ്പോൾ അലീന ഇങ്ങനെ പറഞ്ഞിങ്ങനെ കിടക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ തലയൊക്കെ തിരുമ്മി കൊടുത്ത് നമ്മുടെ ബബിത ഇങ്ങനെ അടുത്തിരിക്കുന്ന പനി ഉണ്ടോ എന്നൊക്കെ നോക്കി. അങ്ങനെ അനിയത്തിക്കുട്ടിയുടെ സ്നേഹമൊക്കെ ആസ്വദിച്ച് അലീന ഇങ്ങനെ കിടക്കുക. കണ്ണടച്ച് കിടന്നു കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ബബിത. അലീന ഇങ്ങനെ പതുക്കെ കണ്ണടച്ചു. സമയത്ത് ബബിത അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്ന കൃഷ്ണയാട്ടോ. കൃഷ്ണയാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ റെഡിയാകാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വൈജയന്തി വാതിലും തുറന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ കൃഷ്ണയെ കണ്ടു. എന്താടി സ്വന്തം തള്ളയെ കണ്ടിട്ട് വകവയ്ക്കാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പം ഇന്നൊരു യുദ്ധത്തിന് സമയമില്ലമ്മേ, അതുകൊണ്ടാണെന്ന് കൃഷ്ണ പറയാ വൈജയോട്. ഞാൻ റൂമിലോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ നിന്ന് കൊച്ചങ്ങ് പോകുമ്പം ഞാനെന്താടി എന്നും നിന്നോട് വഴക്കനാണ് ഇവിടെ വരുന്നതെന്ന് അമ്മ ചോദിച്ചു. നീ വന്നേ കൃഷ്ണേ വന്നേ എന്ന് പറഞ്ഞ് കൃഷ്ണയെ വിളിക്കണു. കൃഷ്ണ അന്നേരം അടുത്തേക്ക് ചെന്നു. എന്താ അമ്മയെന്ന് ചോദിച്ചു. ശരി തുടങ്ങിക്കോളാൻ പറഞ്ഞു. നിനക്ക് വന്ന് തീരെ റെസ്പെക്റ്റ് ഇല്ലാണ്ടായി കേട്ടോ, ഭയങ്കര മോശം സംസാരവും പെരുമാറ്റവും. അപ്പം ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞു എനിക്കൊരു യുദ്ധത്തിന് താല്പര്യമില്ല എന്ന്.
ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണമെന്ന് അമ്മയ്ക്ക് ഉറപ്പാണോ? അപ്പോൾ നിൻ്റെ മറുപടിയും അത്രയ്ക്കും മോശമായിരിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം? അമ്മയ്ക്ക് ആൾക്കാരെക്കുറിച്ചുള്ള ആ ഒരു സംസാരം പെരുമാറ്റം ഉണ്ടല്ലോ, അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് അമ്മയോടുള്ള റെസ്പെക്റ്റ് എല്ലാവർക്കും പോകുന്നത്. അത് അമ്മ എന്താ മനസ്സിലാക്കാത്തത്? പിന്നെ അമ്മയുടെ ഭാഗത്തെ അന്യായം ചൂണ്ടിക്കാണിക്കുന്നത് മോശം സംസാരം പെരുമാറ്റം ആണെങ്കിൽ ചിലപ്പോൾ അമ്മ പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരി. അതിനകത്ത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്നാൽ ഞാനങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ പോകുമ്പം ഇവിടെ എന്താടി രാവിലെ മുതൽ ബഹളവും കോലാഹലവും ഒക്കെ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അത് അമ്മയുടെ മോള് ആദ്യമായിട്ട് അടുക്കളയിൽ കയറി പണിയെടുത്തതിൻ്റെ ബഹളമാണെന്ന കാര്യം പറയുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അലീനയ്ക്ക് വേണ്ടിയാണെന്നും കൂടെ കേൾക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഭദ്രകാളി കിടന്ന് തുള്ളു. അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക് നമ്മുടെ എപ്പിസോഡുകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയില്ല എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. ടാറ്റാ.